എ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. ഇത് +1 അക്കൗണ്ട്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ GST എന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. GST എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ടാക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ടാക്സ് എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനോ അവരുടെ ഇൻകത്തിൽ നിന്ന് നിർബന്ധമായിട്ടും ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ടാണ് ടാക്സ് എന്ന് പറയുന്നത്. നോർമലി ഗവൺമെൻറ്റിന് ടാക്സ് എന്ന് വെച്ചാൽ ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ്. ഗവൺമെൻറ്റിന് അതൊരു സോഴ്സ് ഓഫ് ഇൻകമാണ്. അതിലൂടെയാണ് പല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യാറ് കേട്ടോ. ലൈക്ക് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ, പോലീസ്, ഫയർ സർവീസ്, ഡിഫൻസ്, വെൽഫെയർ പ്രോഗ്രാം. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ടാക്സസ് നോക്കാം. നോർമലി 2 ടൈപ്സ് ഓഫ് ടാക്സസ് ആണുള്ളത്. വൺ ഈസ് ഡയറക്റ്റ് ടാക്സ്, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെൻറ് കളക്ട് ചെയ്യുക ഒരു ഇൻ്റർമീഡിയറീസ് മുഖേനയായി. ഫോർ എക്സാമ്പിൾ, ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കല്ല. നമ്മൾ ഷോപ്പിൽ പോകുന്നു, ഒരു സാധനം മേടിക്കുന്നു, അപ്പോൾ ആ സാധനത്തിന് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുന്നു. ആ എമൗണ്ടിൻ്റെ ചെറിയ എന്തെങ്കിലും എമൗണ്ട് ടാക്സ് ആയിരിക്കും. അത് നമ്മളായിരിക്കില്ല ഗവൺമെൻറ്റിന് കൊടുക്കുക, ആ ഷോപ്പിൻ്റെ ഓണറോ ഒക്കെ ആയിരിക്കും അത് ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യുക. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ടാക്സിൽ ഏതൊക്കെ ടാക്സുകളാണ് വരുന്നത്, ഇൻഡയറക്റ്റ് ടാക്സിൽ ഏതൊക്കെ ടാക്സുകളാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ വരുന്നത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, STT. ഇതൊക്കെ ഡയറക്റ്റ് ടാക്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് അടക്കേണ്ട ടാക്സുകളാണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളതാണ് കേട്ടോ പറയുന്നത്. GST, കസ്റ്റം ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. നൗ മോസ്റ്റ്ലി മെർജ്ഡ് ഇൻ ടു GST. എക്സൈസ് ഡ്യൂട്ടിയിൽ കുറേ കാര്യങ്ങൾ GSTയിലോട്ട് മെർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പോൾ GST വരുന്നതിന് മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അണ്ടറിൽ കുറേ ടാക്സുകൾ ഉണ്ടായിരുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേറെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേറെ രീതിയിലുള്ള കുറേ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മേർജ് ചെയ്തിട്ടാണ് GST ഫോം ചെയ്തിട്ടുള്ളത്. GST എന്നുള്ള ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സ് ബിഫോർ GST ഇൻ ഇന്ത്യ. GST വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൽ വരുന്ന ടാക്സുകളാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് കസ്റ്റം ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, കൗണ്ടർ വാല്യൂയിങ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. ഇതൊക്കെയായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ടാക്സുകൾ. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ടാക്സുകൾ വാല്യൂ ആഡഡ് ടാക്സ്, VAT, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്, ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ടാക്സ്. ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ടാക്സുകളായിരുന്നു. ഇത് എല്ലാം കൂടി മേർജ് ചെയ്തിട്ടാണ് GST വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് GSTയിലോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എക്സെപ്റ്റ് ഓൺ പെട്രോളിയം പ്രൊഡക്റ്റ് ഇല്ല, ബാക്കിയുള്ള എല്ലാ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസും വരുന്നുണ്ട്. സർവീസ് ടാക്സ്, VAT, സെൻട്രൽ സെയിൽസ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ടാക്സസ് ഓൺ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ഈ ഇൻഡയറക്റ്റ് ടാക്സസ് ഒക്കെയാണ് GSTയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണേ. ഏതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് GSTയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. GST എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിന് കൊടുക്കേണ്ടി വരുന്ന ഒരു സിംഗിൾ ടാക്സ് ആണ് ഈ GST എന്ന് പറയുന്നത്. അതായത് പല ഇൻഡയറക്റ്റ് ടാക്സുകളും നമ്മൾ പഠിച്ചു. ആ പല ഇൻഡയറക്റ്റ് ടാക്സുകളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ഒറ്റ ടാക്സ് ആക്കി മാറ്റിയതാണ്, ഒരു സിംഗിൾ ടാക്സ് ആക്കി മാറ്റിയതാണ് ഈ GST എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ GST എന്ന് പറഞ്ഞാൽ പല ഇൻഡയറക്റ്റ് ടാക്സുകളെയും ഒരുമിപ്പിച്ച് കൊടുന്ന് ഒരു കുടക്കീഴിലാക്കുന്ന ആ ഒരു സിസ്റ്റമാണ് GST നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് ടാക്സുകളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സുകൾ ഒരുമിപ്പിച്ച് കൊടുന്ന് ഒരു സിംഗിൾ ടാക്സ് ആക്കിയ സിസ്റ്റമാണ് GST എന്ന് പറഞ്ഞാൽ.
ജൂലൈ 2017 GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. It replaced many indirect taxes that were previously levied by the central and state government. സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ഈടാക്കിയിരുന്ന പല ടാക്സുകളെയും റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് GST എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് GST 4 ടൈപ്സ് ഉണ്ട്. First one is CGST, second one SGST, third one IGST and fourth one UTGST. അതിൽ ഫസ്റ്റ് വൺ CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇസ് ചാർജഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ് ആണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. രണ്ടാമത്തത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇറ്റ് ഈസ് ചാർജഡ് ബൈ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ചാർജ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. തേർഡ് വൺ ഈസ് ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് സെൻട്രലും സ്റ്റേറ്റും കൂടിയിട്ട് ചാർജ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇൻറ്റിഗ്രേറ്റഡ് GSTയുടെ ചാർജ് സെൻട്രലും സ്റ്റേറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഡിസിഷൻ സെൻട്രൽ ഗവൺമെൻറ് ആണ് എടുക്കുക. UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഈസ് ചാർജഡ് ബൈ യൂണിയൻ ടെറിട്ടറീസ് ചാർജ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് UTGST. നെക്സ്റ്റ് GSTനെ നമുക്ക് 2 കമ്പാരിസൺസ് ഉണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് GST അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് GST. ഇൻട്രാ എന്നുള്ള ടേമിൻ്റെ മീനിങ് വിത്തിൻ എന്നാണ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ വിത്തിൻ ദി സ്റ്റേറ്റിനുള്ളിൽ എന്തെങ്കിലും ഗുഡ്സോ സർവീസ് സെയിൽസ് ഉണ്ടായിട്ടുണ്ട്, അതിന് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റുകൾ തമ്മിൽ, വേറെ ഒരു സ്റ്റേറ്റ് മറ്റ് സ്റ്റേറ്റിനോട് തമ്മിൽ എന്തെങ്കിലും ഗുഡ്സോ സർവീസസിൻ്റെ സെയിൽസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ മേലെ എന്തെങ്കിലും ടാക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് GSTൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻട്രാ സ്റ്റേറ്റ് GST നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സപ്ലൈ വിത്തിൻ ദി സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. ഒരു സ്റ്റേറ്റിനുള്ളിൽ സപ്ലൈ വരുമ്പോൾ അതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. സപ്ലൈ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സെയിൽസ് ആണ് കേട്ടോ. ടാക്സ് അപ്ലൈഡ്, ഇവിടെ ടാക്സ് ഇൻട്രാ സ്റ്റേറ്റ് GSTയിൽ ഏതൊക്കെ ടാക്സാണ് വരിക? CGSTയും വരും, SGSTയും വരും. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും വരും, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും വരും. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ CGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, SGST കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. റവന്യൂ ഡിസ്ട്രിബ്യൂട്ടഡ്, ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. CGST സെൻട്രും എടുക്കും, സ്റ്റേറ്റിൻ്റെത് സ്റ്റേറ്റ് എടുക്കും. ഇവിടെ എക്സാമ്പിൾ കേരള, അതായത് ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് കേരള എന്നുള്ള ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർ സ്റ്റേറ്റ് GST. ഇൻ്റർ സ്റ്റേറ്റ് GST എന്ന് വെച്ചാൽ സപ്ലൈ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. 2 സ്റ്റേറ്റ്സ് തമ്മിൽ സെയിൽസ് നടക്കുമ്പോൾ അതിനെയാണ് ഇൻ്റർ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. അതിൽ ടാക്സ് അപ്ലൈഡ് ആയിട്ടുള്ളത് ഇൻറ്റിഗ്രേറ്റഡ് GST ആണ്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. അതിൽ റവന്യൂ ഈസ് ഷെയർഡ് വിത്ത് ഡെസ്റ്റിനേറ്റഡ് സ്റ്റേറ്റ്സ്. ഏതൊക്കെയോ സ്റ്റേറ്റ് ആണ് ഉൾപ്പെടുന്നത് അവർ തമ്മിലായിരിക്കും അതിൻ്റെ റവന്യൂ കളക്ട് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിൻ്റെ റവന്യൂ ഷെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കേരള ടു മഹാരാഷ്ട്ര. ഇതാണ് ഇൻട്രാ സ്റ്റേറ്റ് GSTയും ഇൻ്റർ സ്റ്റേറ്റ് GSTയും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് GST. ഫസ്റ്റ് വൺ നാഷൻ വൺ ടാക്സ്. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് GST. അതുകൊണ്ട് തന്നെ അതൊരു സിംഗിൾ ടാക്സ് ആണ്. അപ്പോൾ വൺ നാഷൻ വൺ ടാക്സ്. രണ്ടാമത്തത് കോംപ്രിഹെൻസീവ് ആൻഡ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. കോംപ്രിഹെൻസീവ് ആൻഡ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ കൺസെപ്ഷൻ്റെ ടൈമിൽ മാത്രം ടാക്സ് അടച്ചാൽ മതി. അതിനെയാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഒരു പ്രൊഡക്റ്റ് ഒരു എൻഡ് യൂസറിലോട്ട് എത്തുന്നതിന് മുമ്പ് അത് പല ഇൻ്റർമീഡിയറ്ററീസ് മുഖേനയാണ് ഒരു കസ്റ്റമറിലോട്ട് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു മാനുഫാക്ചർ അത് ഒരു ഹോൾസെയിലറിന് വിൽക്കും. ആ ഹോൾസെയിലറിന് വിൽക്കുമ്പോൾ അദ്ദേഹം ആ പ്രൊഡക്റ്റിൻ്റെ മേലെ ഒരു ടാക്സ് പേ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ഈ ഹോൾസെയിലർ റീറ്റെയിലറിന് വിൽക്കുമ്പോൾ റീറ്റെയിലർ ഒരു ടാക്സ് അടക്കേണ്ടി വരും. പിന്നെ ഈ റീറ്റെയിലർ എൻഡ് യൂസറിന് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ അവരൊരു ടാക്സ് അടക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രൊഡക്റ്റിന് മേലെ പല ടാക്സുകൾ അടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇതിനെയാണ് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പല സ്റ്റേജിലൂടെ കടന്നു പോകും. പ്രൊഡക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള പല സ്റ്റേജിലൂടെയും ഈ ഓരോ സ്റ്റേജിലും ടാക്സ് അടക്കേണ്ടി വരുന്നതിനാണ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് GST കാരണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ എലിമിനേറ്റിംഗ് കാസ്കേഡിംഗ് എഫക്റ്റ്. കാസ്കേഡിംഗ് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ടാക്സ് അടച്ചൊരു സാധനത്തിൻ്റെ മേലെ വീണ്ടും വീണ്ടും ടാക്സ് അടയ്ക്കുന്നതിനാണ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാസ്കേഡിംഗ് എഫക്റ്റ് ഒക്കെ GST കാരണം എടുത്തു കളയാൻ സാധിച്ചിട്ടുണ്ട്. ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഡുവൽ GST മോഡൽ. ഡുവൽ GST മോഡലിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് GST ഉണ്ട്, അതിനെയാണ് ഡുവൽ GST മോഡൽ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ടാക്സ് ഓൺ സപ്ലൈ ആണ് കേട്ടോ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ടാക്സ് ഓൺ സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ സെയിൽസ് നടക്കുന്നത് അപ്പോൾ മാത്രം അടക്കുന്നതിനാണ് ടാക്സ് ഓൺ സപ്ലൈ. അപ്പോൾ സെയിൽസ് എപ്പോഴാണ് നടക്കുന്നത് അപ്പോഴാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. മാനുഫാക്ചറിങ് ടൈമിൽ ഒന്നും നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് GST എന്ന് വെച്ചാൽ ഒരു IT പ്ലാറ്റ്ഫോമാണ്. GSTക്ക് വേണ്ടിയിട്ടുള്ളൊരു IT പ്ലാറ്റ്ഫോമാണ് GSTN എന്ന് വെച്ചാൽ GST നെറ്റ്വർക്ക് എന്നാണ്. ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ പോർട്ടൽ ഫോർ GST രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയൽ ആൻഡ് ടാക്സ് പേയ്മെൻറ്റിനൊക്കെ ഉള്ളൊരു ഓൺലൈൻ പോർട്ടലാണ് GSTN എന്ന് പറയുന്നത്. സെവൻത്ത് വൺ ഇസ് ത്രെഷ്ഹോൾഡ് എക്സംഷൻ. ലൈക്ക് സ്മാൾ ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് 40 ലക്ഷം ടേൺ ഓവറിൻ്റെ താഴെയുള്ള ബിസിനസ് ഓർഗനൈസേഷനൊക്കെ GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ 40 ലക്ഷത്തിന് മുകളിലുള്ള ബിസിനസ് ഓർഗനൈസേഷനൊക്കെയാണ് GSTൻ്റെ അണ്ടറിൽ വരിക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. Advantages of GST. First one is introduction of GST has resulted in abolition of multiple type of taxes in goods and services. Goods and servicesന്റെ മേലെ വന്നിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള ടാക്സസ് ഇല്ലായ്മ ചെയ്യാൻ GST കൊണ്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് GST widens the tax base and increase revenue to central and state, thereby reducing administrative cost for the government. GST വന്നതോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് GST ഹാസ് റിമൂവ്ഡ് ദ കാസ്കേഡിംഗ് എഫക്റ്റ് ഓൺ ടാക്സേഷൻ്റെ മേലെ വരുന്ന കാസ്കേഡിംഗ് എഫക്റ്റ് റിമൂവ് ചെയ്യാൻ GST ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ GST എന്ന് പറയുന്നതിൻ്റെ തിയറി ടോപ്പിക്. ഇനി നമുക്ക് ഇതിൻ്റെ ജേർണൽ എൻട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.